ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ തക്കോണം കർത്താവ് തന്ന വിലയേറിയ ഭാഗ്യത്തിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു തിരുവചനം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 2 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ക്രൂശിൽ ഹല്ലേലൂയ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പോൾ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന ചില കയ്യെഴുത്താണ് അവരെ മുൻപോട്ട് വിടുകയില്ല, അവരെ നടത്തത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് ഓരോ വിരോധമായി നിൽക്കുന്ന ഓരോ കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വേദനയായി ഹല്ലേലൂയ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് നിവരാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 145 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതിൻ്റെ 14 വാക്യം, വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. തൃക്കൈ തുറന്ന ജീവനുള്ളതൊക്കെയും താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. 146 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. അപ്പോൾ നീതിമാന്മാരെ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുനിഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്താ, അവർക്ക് നിവരുവാൻ കഴിയാത്ത വിഷയങ്ങൾ എന്താ, അവർക്ക് വേദന അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്താ എന്നാ ദൈവം ചോദിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു. 147 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനം തകർന്നവരെ അവൻ, അതിൻ്റെ 3 വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേര് വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. നക്ഷത്രങ്ങൾക്ക് പേര് വിളിക്കുകയും അവരുടെ അത് മാത്രമല്ല, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേര് വിളിക്കുന്നു. നക്ഷത്രങ്ങളുടെ എണ്ണം അവനറിയാം, അവയ്ക്കൊക്കെയുള്ള പേരും ദൈവത്തിനറിയാം. അതുമാത്രമല്ല, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇവിടെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്ത് വരുമ്പോൾ ഹല്ലേലൂയ മനുഷ്യൻ്റെ ജീവിതം ഹല്ലേലൂയ വല്ലാതെ വേദനപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരെന്ത് വിചാരിക്കും, ഹല്ലേലൂയ മുമ്പോട്ട് പോകാൻ ഒരു തരത്തിലും വയ്യാലോ, അല്ലെങ്കിൽ ഭാരമാണല്ലോ എന്ന് വിചാരിക്കും. തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഹല്ലേലൂയ എസെക്കിയേൽ പ്രവചനം 2 അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. അതിൻ്റെ 2 അധ്യായം 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്കാം, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആ ആത്മാവ് നമ്മളിൽ വന്നിട്ട് നമ്മൾ നിവർന്നു നിൽക്കുമാറാക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു. കുരുടന്മാരെ അവൻ രക്ഷിക്കുന്നു അല്ലെങ്കിൽ വിടുവിക്കുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ നിവർത്തുന്നു. അപ്പോൾ ഏത് വിഷയത്തിൻ്റെ മേലാണ് നമ്മൾ കുനിഞ്ഞിരിക്കുന്നത്? ഭാരപ്പെട്ടിരിക്കുന്നത് കടഭാരമാണോ, അല്ലെങ്കിൽ ഞെരുക്കമാണോ, അല്ലെങ്കിൽ വീടില്ലാത്തതാണോ, തലമുറയില്ലാത്തതാണോ, കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വിവാഹം കഴിച്ചയക്കാൻ വയ്യാതെ ഭാരപ്പെടുന്ന വിഷയമാണോ? ഏത് വിഷയത്തിൻ്റെ മേലാണ് നമ്മൾ കുനിഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അപ്പോൾ ദൈവം സംസാരിക്കുമ്പോൾ ആത്മാവ് നമ്മളിൽ വന്നിട്ട് നമ്മൾ നിവർന്നു നിൽക്കുമാറാക്കും. അപ്പോൾ താണുപോയ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇനി ഒരിക്കലും അത് മുൻപോട്ട് വരത്തില്ല, തകർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്ത് പറയാം, നിനക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന ആ കയ്യെഴുത്തെല്ലാം മായ്ച്ച് ദൈവം എന്ത് ചെയ്തു? ക്രൂശി തറച്ചു. അതെല്ലാം അവൻ ആ കുറ്റമെല്ലാം ഏറ്റെടുത്തേച്ച് വിശാലമായിട്ട് ശത്രുവിനെ പരസ്യ കാഴ്ചയാക്കി നമ്മളെ വിശാലമായി നടത്തുന്ന ദൈവം ഹല്ലേലൂയ.
ഇവിടെ ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ആ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, അതെല്ലാം ദൈവം നമുക്ക് നൽകാതിരിക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ പറയുകയാണ്, ആ എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്ന് നിനക്ക് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ വായ് തുറന്നു, എനിക്ക് ചുരുൾ തിന്മാൻ തന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു, എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അത് ആദ്യം കയ്പായിട്ടാണ് തോന്നിയത്. പിന്നെ പറഞ്ഞിരിക്കുന്ന വചനം അങ്ങനെ ഞാനത് തിന്നു, എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. അപ്പോൾ ഇവിടെ ആദ്യം അങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞിരിക്കുന്ന അത് കയ്പായിരുന്നു എന്നാൽ അത് ഇഷ്ടമായിരുന്നില്ല. അത് തന്നെയല്ല, അങ്ങനെ അത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക, അല്ലെങ്കിൽ നിൻ്റെ വിഷയം ഏതായാലും അതിൻ്റെ മേൽ ദൈവം ഒരു വിജയം തരും എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അതെനിക്ക് എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. നമ്മൾ എപ്പോഴും പാട്ടുകാരൻ പാടാറുണ്ട്, തെളിതേൻ വചനമമ തെളിതേൻ, യേശുവിൻ വചനമമ തെളിതേൻ, മധുരം മധുരം തേനിലും മധുരം തൻ വചനം, മധുരം മധുരം തേനിലും മധുരം തൻ വചനം, അജ്ഞനെ വിജ്ഞാനിയാക്കുവാൻ മതിയായ വചനം, അജ്ഞനെ വിജ്ഞാനിയാക്കുവാൻ മതിയായ വചനം, രക്ഷയ്ക്കു ജ്ഞാനി ആക്കുവാൻ മതിയായ വചനം, തെളിതേൻ വചനമമ തെളിതേൻ, യേശുവിൻ വചനമമ തെളിതേൻ, മധുരം മധുരം തേനിലും മധുരം തൻ വചനം, മധുരം മധുരം തേനിലും മധുരം തൻ വചനം. ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ അത് തേൻ പോലെ മധുരമാണെന്ന് ദൈവത്തിന് സ്തോത്രം. അത് തെളിതേനാണ് ഹല്ലേലൂയ. അത് മാത്രമല്ല തെളിഞ്ഞ തേൻ പോലാണെന്ന് ഹല്ലേലൂയ. അതെൻ്റെ വായി ചെന്നപ്പോൾ തന്നെ ഹല്ലേലൂയ എൻ്റെ അണ്ണാക്കിന് എത്ര മധുരമെന്നാണ് ഹല്ലേലൂയ പറയുന്നത്. ഹല്ലേലൂയ അതെൻ്റെ അണ്ണാക്കിന് മധുരമാണ് വചനം ചെല്ലുമ്പോൾ തന്നെ. ഹല്ലേലൂയ 119 സങ്കീർത്തനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ തേനേക്കാളിലും തേൻകട്ടയെക്കാട്ടിലും മധുരമേറിയതാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ തേൻകട്ട പോലുള്ള വചനം അത് കേട്ട് അവൻ എന്നോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അതെൻ്റെ ഉള്ളത്തിൽ വന്നു. ഞാൻ എഴുന്നേറ്റ് നിവർന്നു നിന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷയം ഏത് കണ്ണുനീരാ, ഏത് വേദനയിലാണ് പോകുന്നത് ഹല്ലേലൂയ എന്ന് പലതരമായ വേദനകളിൽ കൂടിയാണ് ഓരോ മനുഷ്യരും ഓരോ ദിവസവും കടക്കുന്നത്. മുൻപോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ഹല്ലേലൂയ കണ്ണുനീരോടുകൂടെ പോകുമ്പോൾ ഹല്ലേലൂയ ദൈവം തക്ക സമയത്ത് നമ്മളെ നടത്തുവാനാണ് ഹല്ലേലൂയ ഈ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്നത്. അവൻ നമ്മുടെ സഹായത്തിൻ്റെ പരിചയ മഹിമയുടെ വാളാണെന്ന് ആവർത്തന പുസ്തകം 33-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എപ്പോഴും സഹായത്തിൻ്റെ പരിചയമായി മഹിമയുടെ വാളായി നമ്മളോട് കൂടെ ഇരിക്കുക. അവനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല ഹല്ലേലൂയ. അത് മാത്രമല്ല ദൈവം എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. നമ്മുടെ ഓഹരിയാണ് അവൻ ഹല്ലേലൂയ. നമ്മുടെ ഷെയറാണ് അവൻ്റെ ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ അംശം അവൻ്റെ ജനമാണെന്ന്. ദൈവത്തിൻ്റെ അംശമാണ് അവൻ്റെ ജനം ഹല്ലേലൂയ. അപ്പം നമുക്കുള്ള അംശമെല്ലാം ഹല്ലേലൂയ അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഹല്ലേലൂയ. അവനാ നമുക്കെല്ലാം തരുന്നത് ഹല്ലേലൂയ. സകലത് അവൻ്റെ കയ്യിൽ നിന്നാണ് ഹല്ലേലൂയ നമ്മൾ വാങ്ങിക്കുന്നത്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എല്ലാം ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് തന്നതേ ഉള്ളൂ ഹല്ലേലൂയ. ആലയം പണിയാനുള്ള സ്വർണ്ണങ്ങളും അല്ലെങ്കിൽ വെള്ളി എല്ലാം കൊടുത്തേച്ച് പറയുന്നത് ഹല്ലേലൂയ ഇതെല്ലാം ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് തന്ന. നമുക്കതേ പറയാനുള്ള, ദൈവമേ തരുന്നതെല്ലാം നിൻ്റെ കയ്യിൽ നിന്നുള്ളതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല പറയാൻ ഹല്ലേലൂയ. ആ ദൈവം തരുന്നതിന് എല്ലാത്തിനും ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം ചെയ്യുവാൻ ഇടയാക്കി തീർക്കണം ഹല്ലേലൂയ. അത് മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ എസെക്കിയേൽ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ
37:1 മുതൽ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയെ കർത്താവെ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. അപ്പോൾ ഉണങ്ങിയ അസ്ഥികൾ മാത്രം കിടക്കുന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ പോയി ഹല്ലേലൂയ നീ പ്രവചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എസെക്കിയേലിനോട്. അവിടെ ഉണങ്ങിയ അസ്ഥിയുടെ പോയി എന്തോ പറയാനാ, പക്ഷെ ഒന്നും കാണാൻ അവിടെ ഇല്ല. അസ്ഥി മാത്രമേ ഉള്ളൂ, തൊലിയില്ല, തൊക്കുമില്ല, മാംസവും ഇല്ല, മനുഷ്യനുമല്ല, അങ്ങനെ കിടക്കുന്ന കുറേ അസ്ഥികൾ മാത്രം. അവിടെ പോയി പ്രവചിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ അവിടെ ചെന്ന് ഹല്ലേലൂയ അവൻ, യഹോവയെ കർത്താവെ, നീ അറിയുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയെ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങളെ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞിരിക്കുന്നതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവയുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവയോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് കുഴിയുടെ അവസ്ഥയായാലും, ഒരു ശൂന്യമായ അവസ്ഥയാണെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഹല്ലേലൂയ വെറും കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ അപ്പോൾ ഇതെല്ലാം കേട്ട് ഹല്ലേലൂയ ആ എസെക്കിയേൽ വന്ന് കാറ്റിനോട് പ്രവചിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞിരിക്കുന്നതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, ഈ 4 കാറ്റുകളിൽ നിന്ന് വന്ന നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അപ്പോൾ ഒരു കാറ്റടിച്ചപ്പോൾ തന്നെ ഹല്ലേലൂയ ആ അസ്ഥിയോട് വന്ന് ചേർന്നു. അവർക്ക് പക്ഷേ ശരീരവും തൊക്കും എല്ലാം പൊതിഞ്ഞു, പക്ഷേ ശ്വാസം അവരില്ലായിരുന്നു. ആ കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. കാറ്റ് വന്ന് അടിച്ചപ്പോഴത്തേക്ക് ഹല്ലേലൂയ അവരുടെ മേൽ ഹല്ലേലൂയ ജീവൻ വെക്കുവാനിടയിൽ തീർന്നു. അവരൊരു വലിയ സൈന്യമായി നിവർന്നു നിന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. നമുക്കറിയാം ഹല്ലേലൂയ ഒന്നും കാണാതിരിക്കുമ്പോഴും ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കി തീർക്കുന്ന ചില വഴികൾ ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. ഏത് വിഷയങ്ങൾ ഹല്ലേലൂയ താളടിയായി പോയതായാലും ഹല്ലേലൂയ അതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവിടെ ഇടയാക്കി തീർക്കുന്നു. ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഹല്ലേലൂയ നമ്മുടെ മേൽ വെളിപ്പെടുകയും മാത്രമല്ല നമ്മൾ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. ഈ ഒരു പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്. ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭനു പാടി, സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭനു പാടി, മഹത്വമേ ദൈവ മഹത്വമേ യേശുരാജനു എന്നെന്നുമേ, ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ യേശുരാജനു എന്നെന്നുമേ, വിളിക്കുമ്പോൾ ഉത്തരമരുളും രക്ഷിപ്പാനായി ഓടിയെത്തും ദൈവം, വിളിക്കുമ്പോൾ ഉത്തരമരുളും
രക്ഷിപ്പാനായി ഓടിയെത്തും ദൈവം. സിംഹത്തിന്മീതെ നടന്നിടുമേ, ഞാൻ സർപ്പങ്ങളെ മെതിച്ചിടുമേ. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭനു പാടി. മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനു എന്നെന്നുമേ. ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനു എന്നെന്നുമേ. വീണ്ടെടുപ്പിൻ വില തന്ന ദൈവം തന്നെ അവൻ യാഗമായി നൽകി. അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭനും സങ്കേതം അവനല്ലയോ. അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭനും സങ്കേതം അവനല്ലയോ. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭനു പാടി. മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനു എന്നെന്നുമേ. ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനു എന്നെന്നുമേ. മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനു എന്നെന്നുമേ. വിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം. ഹല്ലേലൂയ. ഏതവസ്ഥയിൽ നിന്ന് നമ്മൾ കർത്താവിനെ വിളിച്ചാലും ഹല്ലേലൂയ, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം തരുന്ന കർത്താവ്. ഹല്ലേലൂയ. ആശ്വാസപ്രദനായ ദൈവം. ഹല്ലേലൂയ. ഇപ്രകാരമാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വായിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം ഹല്ലേലൂയ അതിൻ്റെ ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 17-ാമത്തെ വാക്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല. ഒരിക്കൽ നെബൂഖദ്നേസർ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു രാജ്യത്ത്, ആ കൽദയരുടെ ദേശത്ത്. ഹല്ലേലൂയ. ഇപ്രകാരമാണത് കാണുന്നത്. ഹല്ലേലൂയ. ഒരു സ്വർണ്ണ ബിംബത്തെ നിർത്തിയിട്ട് എല്ലാവരും ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവത്തെ ആരാധിക്കുന്ന ജനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ജനം ഹല്ലേലൂയ അവർ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ദാനിയേൽ ഇവരൊക്കെ അവിടെ ആ രാജകൊട്ടാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർ മാത്രം എന്ത് ചെയ്തില്ല, ദൈവത്തെ ഹല്ലേലൂയ നമസ്കരിക്കേണ്ട സമയത്ത് ദൈവത്തെ നമസ്കരിച്ചു, ബിംബത്തെ നമസ്കരിച്ചില്ല. അപ്പോൾ അവരെ തീച്ചൂളയിലിടുവാൻ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അവരെ കൊണ്ടുവന്ന് ഹല്ലേലൂയ ആ രാജാവിൻ്റെ കൽപ്പന പ്രകാരം തീച്ചൂളയിലിട്ടു. ഇവിടെ മുമ്പേ നമ്മൾ പാടി, വിളിക്കുമ്പോൾ ഉത്തരമരുളും ദൈവം, തന്നെ അവൻ യാഗമായി നൽകും. സിംഹത്തിന്മേൽ നടക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതിൻ്റെ മീതെ നടന്നാലും ഹല്ലേലൂയ ഒരു കേടും വരുത്തുകയില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തീയുടെ ബലം കെടുത്തുവാനും സിംഹത്തിൻ്റെ മീതെ നടക്കുവാനും ഇതിനെല്ലാത്തിനുള്ള കൃപ ഒരു ദൈവത്തിൻ്റെ വൈതലിന് ദൈവം അരളി ചെയ്യും, അല്ലെങ്കിൽ ദൈവം കൊടുക്കും എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു, ചൂള പതിവായി ഇടുന്നതിൻ്റെ 7 ഇരട്ടി പതിവായി അങ്ങ് വർദ്ധിപ്പിച്ചു. എന്നിട്ട് ഈ ബാലന്മാരെ 3 പേര് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഈ 3 ബാലന്മാരെ അവിടെ കൊണ്ട് ഹല്ലേലൂയ തീച്ചൂളയിലിട്ടു. അത് കഴിഞ്ഞിട്ട് രാജാവ് വന്ന് നോക്കുമ്പോൾ 3 പേരെ ആയിട്ടത്. പക്ഷേ അവ വന്ന് പറയാണ്, ആ ചൂളയ്ക്കകത്തോടത്തേണ്ട 4 പേര് നടക്കുന്നു. അവരുടെ ദേഹത്തിനോ അല്ല അവരുടെ തലമുടിക്കോ ഒരു കേടും പറ്റിയതായി കണ്ടില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ തലമുടി കരിഞ്ഞില്ല, അവരുടെ കാൽച്ചട്ടയ്ക്കൊരു കേടും പറ്റില്ല, അവർ നടക്കുക തീയ്ക്കകത്തോട്. പക്ഷെ അവിടെ 4-ാമൻ്റെ രൂപം ഒരു ദൈവത്തിൻ്റെ ദൂതനോട് ഒത്തിരിക്കുന്നു. തിരുവചനത്തിൽ കാണുന്ന ഹല്ലേലൂയ ആ തീ അവർക്കൊരു പച്ചവെള്ളം പോലെ തോന്നി, അതിനകത്തൂടെ നടക്കുന്ന പോലെ അവർക്ക് തോന്നി. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം തീയ്ക്കകത്തോട്ട് ഇട്ടാലുള്ള കാര്യം എന്തുവാ, പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ചാരമായി പോകത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആ 3 ബാലന്മാർ ഹല്ലേലൂയ
പുറത്തു വരുവാനിടയിൽ തീർന്നു. ചന്ദ്രൻ മേശക്ക് അഭേദനകോ അവർ പറയാം ഞങ്ങൾ സേവിക്കുന്ന ദൈവം. അപ്പം അവർ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, എപ്പോഴും അവർ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തില്ല, രാജാവ് നിർത്തി ബിംബത്തെ നമസ്കരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലിനെ കുറിച്ച് കാണാം. ഹല്ലേലൂയ ആ ദാനിയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൻ ഉത്കൃഷ്ട മനസ്സുള്ളവനായിരുന്നു. ഹല്ലേലൂയ നല്ല ഒരു പേരിൻ്റെ ഉടമയാണ് ദാനിയേൽ. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, ബെൽശസ്സർ എന്ന് പേര് വിളിച്ച ദാനിയേൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും ഗൂഢാർത്ഥവാക്യ പ്രദർശനവും സംശയച്ഛേദനവും കണ്ടിരിക്കാൽ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദയർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ അർത്ഥം ബോധിപ്പിക്കുമെന്ന് ഉണർത്തിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ഇവിടെ അവർക്ക് എന്തൊക്കെയാ കഴിവുള്ളത്? ഹല്ലേലൂയ ദാനിയേൽ ഉത്കൃഷ്ട മനസ്സ്, അറിവ്, ബുദ്ധി, സ്വപ്നവ്യാഖ്യാനം, ഗൂഢാർത്ഥവാക്യ പ്രദർശനം, സംശയാച്ഛേദനം ഇതെല്ലാം കണ്ടിരിക്കാൻ പറയാണ് രാജാവ് എല്ലാവർക്കും മേലായി, ആ രാജ്യത്തിലുള്ള മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും എല്ലാവർക്കും മേലായിട്ട് അവനെ വെക്കുവാനിടയിൽ തീർന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവന് ഹല്ലേലൂയ സകലത്തെ ജയിക്കുവാനുള്ളൊരു കഴിവ് ദൈവം കൊടുക്കും. ഹല്ലേലൂയ മുമ്പേ ആദ്യം തന്നെ ഞാൻ വായിച്ചല്ലോ. ഹല്ലേലൂയ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കൈയെഴുത്ത് മായിച്ച് ആ ശത്രുവിനെ പരസ്യ കാഴ്ചയാക്കിയെന്ന. ഹല്ലേലൂയ കാരണം അവൻ ക്രൂശിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതും ഹല്ലേലൂയ ശത്രുവിനെ പരസ്യ കാഴ്ചയാക്കി അവൻ 3-ാം നാൾ അതിശക്തിയോട് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ സകലത്തിലും ജയം തന്ന് ഹല്ലേലൂയ സകല മനുഷ്യവർഗത്തിൻ്റെ പാവങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നത് ഹല്ലേലൂയ എല്ലാവരെയും രക്ഷിക്കാനാണ്, സകല മനുഷ്യവർഗത്തെ രക്ഷിച്ചെടുക്കുവാനാണ്. ഹല്ലേലൂയ അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ എല്ലാവർക്കും മേലായി വെച്ചു. അങ്ങനെ അവർ ദാനിയേലിനോട് കൽപ്പിച്ചത്, ദാനിയേലിൻ്റെ മേൽ ഹല്ലേലൂയ ഏതോ ഒരു ആത്മാവ് ഉണ്ടെന്നും ഹല്ലേലൂയ പ്രകാശവും ബുദ്ധിയും വിശേഷ ജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് രാജാവ് അവനെ വിളിക്കുവാനിടയിൽ തീർന്നു. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഹല്ലേലൂയ രാജാവ് കണ്ട സ്വപ്നം വിവരിക്കുക. ഹല്ലേലൂയ വിവരിച്ചപ്പോൾ പറഞ്ഞത്, രാജാവേ ആ മഹത്വം എല്ലാം പോയി. ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവിനോട് പറയുകയാണ്, ഹല്ലേലൂയ നിന്റെ ഹൃദയം താഴ്ത്താതെ ഇരുന്നത് കൊണ്ട് നിന്റെ ഹല്ലേലൂയ നടപ്പ് കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ അവർ രാജാവിൻ്റെ ബുദ്ധി പോയിട്ട് അവർ കാട്ടിലേക്ക് പോകാനിടയിൽ തീർന്നു. അത് മാത്രമല്ല ഹല്ലേലൂയ അതിൻ്റെ അർത്ഥം അറിയിക്കാൻ കഴിയുമെങ്കിൽ ധൂമർ വസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിലെ 3-ാമനായി വാഴുമെന്ന് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ കഴുത്തിൽ പൊന്മാലയും രാജ്യത്തിലെ 3-ാമനായി വാഴുകയും അതിൽ ധൂമ്രവസ്ത്രം ധരിച്ച് അവൻ രാജ്യത്തിലെ 3-ാമനായിട്ട് വാഴുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാവർക്കും ഹല്ലേലൂയ അവനെക്കുറിച്ച് ഒരു അസൂയ തോന്നിയിട്ട് ഹല്ലേലൂയ അവൻ പ്രാർത്ഥിക്കുന്നതിനെതിരായിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾക്ക് ഇവൻ കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും സകല ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. അവൻ പ്രാർത്ഥിക്കുന്നല്ലാതെ ഒന്നും അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ ഒരു കുറ്റം കണ്ടുപിടിക്കണമെന്ന് എല്ലാവരും വിചാരിച്ചു. ഹല്ലേലൂയ അവനെ എന്ത് ചെയ്തു? സിംഹങ്ങളുടെ കുഴിയിലിടുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ അവന് ഹല്ലേലൂയ സിംഹങ്ങളുടെ കുഴിയിലിട്ടപ്പോഴും ഹല്ലേലൂയ അവനെക്കുറിച്ച് പറഞ്ഞത് അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ അപ്പോൾ തെറ്റും കുറ്റവും ഇല്ലെങ്കിലും ഹല്ലേലൂയ കുറ്റം പറഞ്ഞു അല്ലെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവനെ ഹല്ലേലൂയ രാജാവിൻ്റെ കൽപ്പനപ്രകാരം അവനെ കൊണ്ട് സിംഹത്തിൻ്റെ കുഴിയിലിടുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്ന ആ സിംഹത്തിൻ്റെ കുഴിയിലിട്ട് കഴിഞ്ഞപ്പോൾ ആ സിംഹം എന്ത് ചെയ്തു? അതിൻ്റെ വായെല്ലാം അടച്ചു കളഞ്ഞു. അതുമാത്രമല്ല രാജാവ് രാത്രി ഉപവസിച്ച് രാത്രി കഴിച്ചു. അവൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഉറങ്ങാനൊന്നും അവന് പറ്റിയില്ല. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ്
ബന്ധപ്പെട്ട ഗുഹയുടെ അരികെ ചെന്നിട്ട് അവിടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇടപെടാതെ ഹല്ലേലൂയ ദൈവത്തെ സേവിച്ചു വരുന്ന ഒരു മനുഷ്യനായിരുന്നു ദാനിയേലെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ ദൈവം നിന്നെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് രക്ഷിച്ചോ വിടുവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുൻപിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഹല്ലേലൂയ ഭാര്യമാരെയും സിംഹങ്ങളുടെ കുഴിയിലിട്ട് കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുൻപേ സിംഹങ്ങൾ അവയെ പിടിച്ച് അവരുടെ അസ്ഥികളെയെല്ലാം തകർത്ത് കളഞ്ഞു. നോക്ക്, വെറുതെ ദ്രോഹിക്കാൻ ആൾക്കാർ തീരുമാനിച്ചപ്പോൾ ആ വെറുതെ നിന്നവർ അല്ലെങ്കിൽ പറഞ്ഞു ഇവർക്ക് ദോഷം വരുത്തിയവരെ കൊണ്ടൊന്നും ആ ഗുഹയിലിട്ടപ്പോൾ ഹല്ലേലൂയ അടിയിൽ ചെല്ലുന്നതിന് മുമ്പേ ഗുഹയിൽ ചെല്ലുന്നതിന് മുമ്പേ ആ സിംഹങ്ങൾ അവരുടെ അസ്ഥികളെയെല്ലാം ഒടിച്ച് തിന്നു കളഞ്ഞു. അപ്പോൾ ഒരു രാത്രി മുഴുവൻ ദാനിയേൽ അല്ലെങ്കിൽ സിംഹത്തിനോട് കൂടെ കിടന്നിട്ടും ഒരു കേടും പറ്റിയതായി കണ്ടില്ലെന്ന്. അപ്പോൾ നോക്ക്, ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിനക്ക് ഹല്ലേലൂയ സിംഹങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഇവിടെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെതായ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇവിടെ മീഖായുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. അവർ തകർത്ത ഗോപുരങ്ങൾ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യുന്നു. അവയുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കുന്നു. അപ്പോൾ അവരുടെ രാജാവ് അവർക്ക് മുൻപായും അവരുടെ തലയ്ക്കലും നടക്കുന്നു. അപ്പോൾ ദൈവം ഹല്ലേലൂയ അവരുടെ മുമ്പിലും അവരുടെ തലയ്ക്കലും നടക്കുക. നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഹല്ലേലൂയ വലിയ ഭാരത്തോടും ദുഃഖത്തോടും ഇരുന്ന് കരയും. ഹല്ലേലൂയ ആ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നീ ഇപ്പോൾ ഇത്ര ഉറക്കം നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകത്ത് നിന്റെ രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചു പോയോ? ഈറ്റുനോവ് കിട്ടിയവളെ പോലെ നിനക്ക് വേദന പിടിപ്പാൻ എന്ത്? സിയോൻ പുത്രിയെ, ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് നീ കരയുകയാണോ എന്ന് ചോദിക്കുന്നത്. ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ഇത്ര ഉറക്കം നിലവിളിക്കുന്നത് എന്തിനാ? നിന്റെ അകത്ത് നിന്റെ രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചു പോയോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കുന്നു. നമ്മുടെ മുൻപിലും ഹല്ലേലൂയ നമ്മുടെ തലയ്ക്കലും രാജാതിരാജനായ കർത്താവാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ അതിൻ്റെ 5-ന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, നിന്റെ കൈ നിന്റെ വൈരികൾക്ക് മീതെ ഉയർന്നിരിക്കും, നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. അപ്പോൾ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. നിന്റെ കൈ നിന്റെ വൈരികൾക്ക് മീതെ ഇരിക്കുന്ന. അതുകൊണ്ട് നീ അടങ്ങിയിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. 4-ന്റെ 13 ഇങ്ങനെ പറയുന്നുണ്ട്, സിയോൻ പുത്രി എഴുന്നേറ്റ് മെതിക്കുക, ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രമാക്കും. നീ അനേക ജാതികളുടെ തകർത്ത് കളയും. അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിന് നിവേദിക്കുകയും ചെയ്യും. ദൈവം ഹല്ലേലൂയ ദാനിയേലിനെ ഹല്ലേലൂയ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് കയറ്റി. അതുമാത്രമല്ല, രാജ്യത്തിലെ 3-ാമനായി വാഴുവാനുള്ള ഒരു അധികാരവും അവന് കിട്ടുവാനിടയിൽ തീർന്നു. അപ്പോൾ അതുകൊണ്ട് നീ എഴുന്നേറ്റ് മെതിക്കുക, നീ അനങ്ങാതിരിക്കണം അല്ല പറഞ്ഞത്. ഹല്ലേലൂയ ഈ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ നിന്റെ മുൻപിൽ വരുമ്പോൾ ഹല്ലേലൂയ എഴുന്നേറ്റ് മെതിക്കുക. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രമാക്കും. നീ അനേക ജാതികളെ തകർത്ത് കളയുകയും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിന് നിവേദിക്കുകയും ചെയ്യും. അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുക, നീ എഴുന്നേറ്റ് മെതിക്കുക. അല്ലെ അതിന് ലാഭമുണ്ട്. ഹല്ലേലൂയ നീ അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്. ഹല്ലേലൂയ പ്രയാസ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കാതിരിക്കരുത്, എഴുന്നേറ്റ് മെതിക്കുക. നമുക്കറിയാം ദാനിയേലിന് ഹല്ലേലൂയ പ്രയാസം വന്നപ്പോൾ അവൻ ദിവസം ചെയ്തു വരുന്നത് പോലെ 3 പ്രാവശ്യം അവൻ ഹല്ലേലൂയ യെരൂശലേമിൻ്റെ നേരെ കിളിവാതിൽ തുറന്നിട്ടിട്ട് അവൻ പോയി ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥന കഴിച്ചു. അതുകൊണ്ട് അവന് ഒരു കേടും പറ്റിയതായി കണ്ടില്ല എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്നാ രാജാവ് എന്ന് ചോദിക്കുന്നത്. രാജാവ് ഹല്ലേലൂയ ദൈവത്തെ വിളിക്കുന്നവനൊന്നും മറ്റും അല്ലല്ലോ. അല്ലെ അവിടെ അവരെ
ബിംബത്തെയൊക്കെ ആരാധിക്കുന്നത്. അപ്പോൾ രാജാവ് ചോദിക്കുക, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം. അപ്പോൾ ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് അവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയിൽ തീർന്നു. ആ ദൈവം ഹല്ലേലൂയ സിംഹങ്ങളുടെ വായിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ തക്കവണ്ണം പ്രാപ്തനായി എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. എല്ലാ നാമത്തിനും മേലായ നാമം തന്ന ദൈവം ഹല്ലേലൂയ. ആ നമുക്കൊരു നാമമേ ഉള്ളത്, യേശുവിൻ്റെ നാമം മാത്രം. ആ നാമത്തിലുള്ള വിടുതൽ, ആ നാമത്തിലുള്ള സൗഖ്യം ഹല്ലേലൂയ എല്ലാം കാണുവാനും കേൾക്കുവാനും എല്ലാം നമുക്കിടയാക്കി തീർക്കുന്നു. ആ നാമം പറയുമ്പോൾ തന്നെ അന്ധകാര ശക്തികൾ ഓടിയകലും ഹല്ലേലൂയ. ദുഷ്ടബന്ധനങ്ങൾ തകർന്നു മാറും ഹല്ലേലൂയ. വിറച്ചും കൊണ്ട് ശത്രു തകർന്നു പോകും ഹല്ലേലൂയ. ശത്രുവിനെ പരസ്യ കാഴ്ചയാക്കി ജയോത്സവം കൊണ്ടാടിയെന്നാണ് ഹല്ലേലൂയ നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ഹല്ലേലൂയ. അപ്പോൾ അതെല്ലാം വരുവാനിടയായി തരുന്നത് ആ യേശുവിൻ്റെ നാമത്തിലാണ് ഹല്ലേലൂയ. ആ നാമം പറയുമ്പോൾ തന്നെ കർത്താവ് ഹല്ലേലൂയ എല്ലാ അന്ധകാര ശക്തികളെയും തകർത്ത് ഹല്ലേലൂയ ജയം കൽപ്പിക്കും. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളുടെ കുഴിയിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായോ എന്ന് ചോദിക്കുക രാജാവ് വന്നിട്ട്. അപ്പം നോക്ക്, രാജാവിനും മനസ്സിലായി ഇടപെടാതെ സേവിച്ചു വരുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ എപ്പോഴും പ്രാർത്ഥനയിൽ മാത്രം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നിനക്കൊരു കേടും പറ്റിയില്ലല്ലോ എന്ന് രാജാവ് രാവിലെ വന്ന് ചോദിക്കുക. നമുക്കറിയാം ഹല്ലേലൂയ നമുക്ക് വെറുതെ ശത്രുക്കൾ ദ്രോഹം ചെയ്യുമ്പോഴൊക്കെ ഹല്ലേലൂയ അവിടെ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമേ ഉള്ളൂ. കാരണം നിന്റെ രാജാവ് നിന്റെ മുൻപിലും നിന്റെ ദൈവം നിന്റെ തലയ്ക്കലും നടക്കുന്ന. അപ്പോൾ നമ്മുടെ മുൻപിൽ നടക്കുന്ന ആരാ? രാജാതിരാജനായ കർത്താവ് ഹല്ലേലൂയ. അത് ആ കർത്താവ് എല്ലാ നാമത്തിനും മേലായ നാമം തന്നതും സകല മുടങ്കാലും മടങ്ങുന്ന ഒരു നാമമാണ് അവൻ്റെ നാമം ഹല്ലേലൂയ. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എല്ലാ നാമത്തിനും മേലായ നാമം തന്ന ആ കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മൾ താണിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സകലത്തിലും മീതെ തലവനായിരിക്കുന്ന ദൈവം ഹല്ലേലൂയ സകലത്തിലും മീതെ ഉന്നതനായിരിക്കുന്ന ദൈവം ഹല്ലേലൂയ. നമ്മൾ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പറയത്തില്ലയോ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുൻപിലായി നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. അപ്പോൾ തകർക്കുന്ന രാജരാജനായ കർത്താവ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ ദൈവം നിന്റെ മുൻപിലും നിന്റെ രാജാവ് നിന്റെ തലക്കിലും നടക്കുക. അപ്പോൾ ഈ രാജാതിരാജനായ കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ എവിടെ പോയാലും ഉണ്ട്, വീട്ടിൽ ഇരുന്നാലും ഉണ്ട്, പുറത്തു പോയാലും ഉണ്ട്. സർവ്വത്തെയും ഭരിക്കുന്നവനായ കർത്താവ് നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാണെന്ന് ഹല്ലേലൂയ. ആ സകലത്തെയും ഭരിക്കുന്ന രാജാവിൻ്റെ കണ്ണ് എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ നീ എഴുന്നേറ്റ് മെതിക്കുക. നീ അതുകൊണ്ട് വിഷണ്ണനായി അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലാഭം പറഞ്ഞേക്കുന്ന യഹോവയ്ക്കും അവൻ്റെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിനെ നിവേദിക്കുകയും ചെയ്യും. അപ്പം നിന്റെ കുളമ്പുകളെ താമ്രമാക്കും, നീ അനേക ജാതികളെ തകർത്ത് കളയും ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഹല്ലേലൂയ ദൈവത്തിൽ നിന്നുള്ള ആ സ്നേഹമാണ് ഹല്ലേലൂയ. ആ കർത്താവ് കരുണയും കൃപയും നിറഞ്ഞ ദൈവമാണ്. അതുകൊണ്ട് കുനിഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ, പ്രയാസപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, അതാണ് ഹല്ലേലൂയ. അത് വചനം കേൾക്കുമ്പോൾ തന്നെ അവൻ എന്നോട് സംസാരിച്ച വചനം കേട്ടപ്പോൾ തന്നെ ഞാൻ നിവർന്നു. ആ നിവരുവാൻ കഴിയാത്ത ഏത് വേദനയിൽ കൂടെ കടന്നു പോകുന്ന ദൈവജനവും ഹല്ലേലൂയ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ വേദനകളെ കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. ദൈവം നിശ്ചയമായി നിങ്ങളെ വിടുവിപ്പാൻ തക്കവണ്ണം ശക്തനാണ് ഹല്ലേലൂയ. ആ തീയുടെ ബലത്തിൽ നിന്ന് ഹല്ലേലൂയ ആ സമുദ്രക്ക് മേശക്ക് അഭേന്ദ്രഗോവനെ രക്ഷിച്ചു. ആ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് ദാനിയേലിനെ രക്ഷിപ്പാൻ ഇടയാക്കി തീർന്ന ദൈവത്തിൻ്റെ കൃപ ഹല്ലേലൂയ. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്ന അവൻ തീയുടെ ബലം കെടുത്തു, സിംഹത്തിൻ്റെ വായടച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു ഹല്ലേലൂയ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഹല്ലേലൂയ വചനത്തിൽ നമ്മൾ കാണുന്നത് ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പഴയ നിയമകാലത്തെ വിശുദ്ധന്മാരെല്ലാം ഹല്ലേലൂയ അവരാ പലതിലും ഹല്ലേലൂയ അവർ ജയം പ്രാപിച്ചവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്താൽ ഹല്ലേലൂയ നീതീകരിക്കപ്പെടുവാൻ, വിശ്വാസത്താൽ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ തക്കോണം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിൻ്റെ മേലാണ് കുനിഞ്ഞിരിക്കുന്നത്, നിവരുവാൻ കഴിയാത്തത്, അതിൻ്റെ മേലെല്ലാം ദൈവം ഹല്ലേലൂയ അത്ഭുതത്തിൻ്റെ മറുപടി തന്ന് ഹല്ലേലൂയ ദൈവം വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ്. നമുക്ക് ആ ദൈവത്തിൽ വിശ്വസിക്കാം, പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കുവാൻ തക്കോണം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കും.
അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഹല്ലേലൂയ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം തക്ക സമയത്ത് അവിടുതലും പകർന്ന് ഹല്ലേലൂയ ദൈവം ഓരോരുത്തരെയും വഴി നടത്തുന്ന കേൾക്കുവാനും കാണുവാനും ഇടയാക്കി തീർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ എല്ലാവരെയും വചനപ്രകാരം ഹല്ലേലൂയ നിവരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.